ഹലോ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ തേങ്ങ ആട്ടുന്നതിനായി തേങ്ങ പൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രജിയണ്ണൻ ഇങ്ങനെ തേങ്ങ പൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും കുറച്ച് തേങ്ങ പൊതിച്ച് സഹായിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് തേങ്ങ ഉടച്ച് ഒരു സ്ഥലത്ത് വെച്ചിട്ട് അത് പിന്നെ അറബാനയിൽ വെച്ച് മുറ്റത്ത് കൊണ്ട് ഉണക്കായിട്ടു. ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രജിയണ്ണൻ ചിരട്ടയിൽ നിന്ന് തേങ്ങ ഇളക്കി. അതിനുശേഷം അമ്മയും പ്രജിയണ്ണനും കൂടെ തേങ്ങ അരിഞ്ഞെടുത്തു. പിന്നെ ഒരു 5 ദിവസം ആയപ്പോഴത്തേക്കും തേങ്ങ നല്ലതുപോലെ ഉണങ്ങി. നല്ല ഉണക്കായി. ഇപ്പോൾ തേങ്ങ 5 ദിവസമായി. തേങ്ങ നമ്മളിങ്ങനെ ഒടിച്ച് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഒടിയും. അപ്പം നല്ലതുപോലെ ഉണങ്ങിയായിരുന്നു തേങ്ങ. പിന്നെ ഒരു ചാക്കിലാക്കി ഞാനും പ്രജിയണ്ണനും കൂടെ തേങ്ങ ആട്ടാനായിട്ട് പോയി. തേങ്ങ പ്രജിയണ്ണൻ കാറിൽ വെച്ചു, അമ്മ കന്നാസും വെച്ചു എണ്ണ ഒഴിക്കാനായിട്ട്. പിന്നെ ഞാൻ പോയി ഗേറ്റ് തുറന്നു. ഞാനും പ്രജിയണ്ണനും കൂടെ പേരേറ്റിലുള്ള സുമിത്ര മാമൻ്റെ മില്ലിലോട്ട് പോയി തേങ്ങ ആട്ടാനായിട്ട്. മില്ലിലെത്തി പ്രജിയണ്ണൻ തേങ്ങ തൂക്കാനായിട്ട് ത്രാസിൽ വെച്ചു. അവിടുത്തെ മില്ലർ മാമൻ തേങ്ങയൊക്കെ തൂക്കി 17 കിലോ ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ആ മാമൻ തേങ്ങ ആട്ടാനായിട്ട് തുടങ്ങി. തേങ്ങ ആട്ടുന്ന ചക്കിലോട്ട് ഉണങ്ങിയ തേങ്ങ ഇട്ട് കൊടുത്തു. മാമ തേങ്ങ ആട്ടുന്ന ആ ചക്കെല്ലാം തുടച്ചൊക്കെ വൃത്തിയാക്കി. രണ്ടാമതും മാമൻ തേങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ ഈ എണ്ണ വീഴാനായിട്ട് വലിയ കന്നാസിലോട്ട് കണ്ണാപ്പ വെച്ച് കെട്ടി. അതിനുശേഷം മാമൻ തേങ്ങ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇതിൽ വഴിയാണ് വന്ന് വീഴുന്നത് എണ്ണ. ഇങ്ങനെ ഇതുവഴി വന്ന് ഈ ഷീറ്റിൽ കൂടെ കന്നാസിലോട്ട് വീഴും. അങ്ങനെ നമ്മളുടെ തേങ്ങ ആട്ടി എണ്ണ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമ്മൾ പേരേറ്റിലുള്ള ഒരു സുമിത്ര മാമൻ്റെ മില്ലിലാണ് നമ്മൾ കൊണ്ടുവന്നത് തേങ്ങ ആട്ടാനായിട്ട്. പിന്നെ ഞാനും പ്രജിയണ്ണനും കൂടെ വെളിയിലിരുന്നു, മില്ലിൻ്റെ വെളിയിലിരുന്നു. മാമൻ്റെ സൈക്കിളാണ്, മില്ലർ മാമൻ്റെ സൈക്കിളാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ അതിനിടയിൽ ആ മാമൻ പരിപ്പ് കൂടെ ഉണ്ടാക്കാനായിട്ട് പരിപ്പ് ചതച്ചെടുത്തു ഒരു ഗ്രൈൻഡറിൽ. ഞാൻ മാമൻ്റെ കൂടെ ചോദിച്ചപ്പോൾ മാമൻ പറഞ്ഞു പരിപ്പ് കൂടെ ഉണ്ടാക്കാനായിട്ടാണോ. ഏകദേശം നമ്മളുടെ തേങ്ങയൊക്കെ ആട്ടി തീരാറായി. തേങ്ങയൊക്കെ ആട്ടി തീർന്നു. മാമൻ തേങ്ങയുടെ പിണ്ണാക്ക് ചാക്കിലോട്ടിട്ടു. ഇതാണ് തേങ്ങയുടെ പിണ്ണാക്ക്. ഇനി എണ്ണ കന്നാസിൽ ഞാനത് അടച്ചു വെച്ചു. പിന്നെ ഞാനും പ്രജിയണ്ണനും കൂടെ കാറിലോട്ട് കൊണ്ടുവച്ചു. പിന്നെ നമ്മൾ കാറിൽ കയറി നമ്മളെ വീട്ടിലോട്ട് പോയി. നമ്മളെ വീട്ടിൽ എത്തി. നമ്മളെയും കാത്ത് അമ്മ അവിടെ സിറ്റൗട്ടിലുണ്ടായിരുന്നു. ഞാൻ പ്രജിയണ്ണൻ തേങ്ങയൊക്കെ എടുത്തു, തേങ്ങയല്ല എണ്ണയും പിണ്ണാക്കും ഒക്കെ എടുത്തു വീട്ടിനകത്തോട്ട് കൊണ്ടുപോയി. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നമ്മളെ തേങ്ങ ആട്ടിക്കൊണ്ടുവന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.